ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാട്ടോ. ഞങ്ങൾ 5 പേരാണ്. ഞങ്ങൾ 10ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും പറഞ്ഞ് ഡെയിലി വിളിക്കുക, മെസ്സേജ് അയക്കുക, കാണുക ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ എന്നാണോ കാണുക അന്ന് ഫുൾ അടിപൊളിയായിരിക്കും. എപ്പോൾ കണ്ടാലും പഴയ ആ ഒരു വൈബിലും ആ ഒരു അടിപൊളിയിലുമാണ് ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുമാണ് കേട്ടോ ഇവർ. ഇപ്പോഴും ഞങ്ങൾ കുറേ കാലം കൂടിയാട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾക്ക് ജോലി കിട്ടി ബാംഗ്ലൂർക്ക് പോവാണ്. അപ്പോൾ അവളുടെ വീട്ടിലൊന്ന് എല്ലാവരും കൂടി കണ്ട് ഒന്ന് ചിൽ ഔട്ട് ആവാന്നുള്ള മൈൻഡിൽ പോയതാണ് കേട്ടോ. പറയുമ്പോൾ എനിക്ക് എക്സാമാണ്, പക്ഷേ ഇവർ വിളിക്കുമ്പോൾ ഞാൻ മാക്സിമം അവരുടെ കൂടെ പോകാൻ നോക്കാറുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളൊന്നുമില്ല, പക്ഷേ ഉള്ളത് ഞാൻ എല്ലാ കാലത്തും നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാട്ടോ. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ 24 വയസ്സായ കുട്ടികളാണെന്നൊന്നും തോന്നില്ല. അതിലും കുറവ് 10-15 വയസ്സുള്ള കുട്ടികൾ കാണിക്കണതാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് അത് ഇഷ്ടമാട്ടോ. അവരുടെ കൂടെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും. അഫിൽ കുറേ കാലത്തിന് ശേഷം അവരെ കണ്ടേ, പക്ഷേ ആദ്യമൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായെങ്കിലും പിന്നെ അവന് ഓക്കെ ആയി. അവരുടെ കൂടെ തന്നെ ഇരുന്നു. വീട്ടിലോട്ട് പോരണമെന്നുള്ള വിചാരം തന്നെ അല്ലായിരുന്നു കേട്ടോ അവന്. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സിലോ ഒക്കേഷൻസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞാട്ടോ കൂടാറുണ്ടാവുക. എനിക്ക് തോന്നാറുണ്ട് അത് തന്നെ മതി ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനെന്ന്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാട്ടോ. പക്ഷേ എൻ്റെ എക്സ്ട്രീമായിട്ടുള്ള എക്സ്ട്രോവേർട്ടുള്ള ആൾ പുറത്ത് വരെ ഇവരുടെ അടുത്തെത്തുമ്പോഴാണ്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള അത്രയും സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നാറുണ്ട് എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയുള്ള 1-2 പേരെങ്കിലും വേണമെന്ന്.